പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധങ്ങളിൽ അതിർത്തിയിലെ വെടിയൊച്ചകൾ നിലച്ചിട്ടുണ്ടാകാം. പക്ഷേ മറ്റൊരു തരത്തിലുള്ള യുദ്ധം ഇന്ത്യക്കെതിരെ സജീവമായി നടക്കുന്നുണ്ട്. അത് നമ്മുടെ സ്മാർട്ട് ഫോണുകളിലൂടെയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ അടിച്ചുവിടുന്നതായി ദി ക്വിൻറ്റിൻ്റെ വെബ്കൂഫ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വെറും വ്യാജ വാർത്തകളല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI ഉപയോഗിച്ച് നിർമ്മിച്ച ഡീപ് ഫേക്ക് വീഡിയോകളാണ് ഇതിനായി പ്രധാനമായി ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ പാകിസ്ഥാനിൽ നിന്ന് ഉത്ഭവിച്ച 16 പ്രധാന വ്യാജ പ്രചരണങ്ങളാണ് ഫാക്ട് ചെക്കിംഗ് ടീം പൊളിച്ചടുക്കിയത്. ഇതിലേറ്റവും അപകടകരം ഇന്ത്യൻ രാഷ്ട്രീയ സൈനിക നേതാക്കളുടെ വ്യാജ വീഡിയോകളാണ്. ഉദാഹരണത്തിന്, ഇന്ത്യൻ സൈന്യത്തിലെ മേജർ ജനറൽ CS മാൻ അഖണ്ഡ ഭാരതത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന രീതിയിൽ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു. എന്നാൽ പരിശോധനയിൽ ഇത് AI ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോ ആണെന്ന് തെളിഞ്ഞു. ഇറ്റ്സ് ബാഷർ ഹാഷ്മി എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് ഇത് പ്രധാനമായും പ്രചരിച്ചത്. ശ്രദ്ധേയമായ കാര്യം, ഈ അക്കൗണ്ടിന്റെ പ്രൊഫൈൽ പിക്ചറിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ മീഡിയ വിംഗ് ആയ ISPRന്റെ ലോഗോ ഉണ്ടായിരുന്നു എന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുടെ പേരിലും സമാനമായ രീതിയിൽ AI വീഡിയോകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ തകർക്കുക എന്നതാണ് ഈ പ്രചാരണങ്ങളുടെ മറ്റു ലക്ഷ്യം. ഇറാനിലും ബഹ്റൈനിലും ഇന്ത്യൻ പൗരന്മാർ ചാരവൃത്തിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ പാകിസ്ഥാൻ കേന്ദ്രീകൃത അക്കൗണ്ടുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചു. ഇന്ത്യയും അയൽരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുക എന്നതാണ് ഇത്തരം ഫേക്ക് നറേറ്റീവ് കൊണ്ട് ഇവർ ലക്ഷ്യമിടുന്നത്. ഇന്ത്യക്കുള്ളിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നുവെന്ന് വരുത്തി തീർക്കാനാണ് മൂന്നാമത്തെ വിഭാഗം ശ്രമിക്കുന്നത്. ജമ്മു കാശ്മീരിലെ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടന്നുവെന്നോ, മണിപ്പൂരിൽ വൻ കലാപം തുടരുന്നുവെന്നോ, ഡൽഹിയിൽ വലിയ തീപിടുത്തമുണ്ടായി എന്നൊക്കെയുള്ള പഴയ വീഡിയോകൾ പുതിയതെന്ന രീതിയിൽ ഇവർ പോസ്റ്റ് ചെയ്യുന്നു. ഇന്ത്യയിലെ സാധാരണ ജനങ്ങളിൽ പരിഭ്രാന്തിയും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കുകയാണ് ഇതിൻ്റെ പിന്നിലെ ബുദ്ധി. ദ വിസിൽ ബ്ലോവർ, പാകിസ്ഥാൻ സിന്ദാബാദ്, വോയിസ് ഓഫ് പാകിസ്ഥാൻ തുടങ്ങിയ ഹാൻഡിലുകൾ ഇതിനായി നിരന്തരം ഉപയോഗിക്കപ്പെടുന്നു. യൂറോപ്യൻ യൂണിയൻ ഡിസ്ഇൻഫോ ലാബ് ഇതിനെ വിളിക്കുന്നത് ഫിമി എന്നാണ്. അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പ്രക്രിയകളിലും പൊതുജനങ്ങളുടെ ചിന്താഗതിയിലും അനാവശ്യമായി ഇടപെടുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന രീതി. ഇത് വെറും കള്ളം പറയൽ മാത്രമല്ല, കൃത്യമായ പ്ലാനിങ്ങോടെ നടത്തുന്ന ഒരു തന്ത്രമാണ്. നമ്മുടെ സർക്കാർ ഏജൻസികളും PIB ഫാക്ട് ചെക്ക് യൂണിറ്റുകളും ഇത്തരം വാർത്തകൾ നിഷേധിക്കുന്നുണ്ടെങ്കിലും ഇത് സോഷ്യൽ മീഡിയയുടെ കാട്ടുതീ പോലെ പടർന്നത് തടയുക വലിയ വെല്ലുവിളിയാണ്. നമ്മൾ എന്തു ചെയ്യണം? വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ വരുന്ന ഒരു വീഡിയോ വിശ്വസിക്കുന്നതിന് മുൻപ് 2 വട്ടം ചിന്തിക്കുക. പ്രത്യേകിച്ച് പ്രകോപനപരമായ ദൃശ്യങ്ങളും പ്രസംഗങ്ങളും കാണുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കുക. നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഓരോ വീഡിയോ പോലും രാജ്യത്തിൻ്റെ സമാധാനത്തെ ബാധിച്ചേക്കാം. ഇത്തരം വ്യാജ വാർത്തകൾ തിരിച്ചറിയാൻ ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റുകളെ ആശ്രയിക്കുക.